നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ആലപ്പുഴയിലെ CPM നേതാവ് BJPയിൽ. ജില്ലാ പഞ്ചായത്ത് അംഗം ബിപിൻ സി ബാബു BJPയിൽ അംഗത്വമെടുത്തു. ആലപ്പുഴയിൽ നിന്നും കൂടുതൽ CPM നേതാക്കൾ BJPയിലെത്തുമെന്ന് കെ സുരേന്ദ്രൻ. കരുനാഗപ്പള്ളി CPM പൊട്ടിത്തെറിയിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ. MV ഗോവിന്ദൻ കൊല്ലത്ത്. ആലപ്പുഴയിലെ നവജാത ശിശുവിന്റെ വൈകല്യത്തിൽ ലാബുകൾക്ക് ഗുരുതര വീഴ്ചയുണ്ടായെന്ന് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. സ്കാനിംഗിൽ കുഞ്ഞിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ തിരിച്ചറിയാനായില്ല. പിന്നീട് കണ്ടെത്തിയ വിവരങ്ങൾ ലാബ് അധികൃതർ നശിപ്പിച്ചതായും ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. തീവ്ര വർഗീയ സംഘടനകളുമായി കൈകോർത്ത മുസ്ലിം ലീഗ്. കോഴിക്കോട്ടെ SDPI പരിപാടിയിൽ പങ്കെടുത്ത് മുസ്ലിം ലീഗ് നേതാവ്. ലീഗ് വടകര മണ്ഡലം പ്രസിഡന്റ് പങ്കെടുത്ത പരിപാടിയിൽ INL വെൽഫെയർ പാർട്ടി പ്രതിനിധികളും. ഏകാദശി ഉദയാസ്തമന പൂജയുടെ സമയക്രമം മാറ്റിയതിനെതിരെ ഗുരുവായൂരിൽ ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധ യോഗം വൈകിട്ട്. ഉദയാസ്തമന പൂജ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമല്ലെന്ന് തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്. ദേവസ്വം ബോർഡിനെ ന്യായീകരിച്ച സത്യവാങ്മൂലം. പകർപ്പ് ജനം TVക്ക്. വയനാട് മാനന്തവാടിയിൽ വിദേശ വനിതയുടെ മൃതദേഹം അനധികൃതമായി സൂക്ഷിച്ചതായി പരാതി. മൃതദേഹം സൂക്ഷിച്ചത് സ്വകാര്യ ആംബുലൻസ് ഏജൻസി. അവയവ കച്ചവടം നടന്നിട്ടുള്ളതായി സംശയമെന്ന് യുവമോർച്ചയുടെ പരാതി. ഫിൻജാൽ ചുഴലിക്കാറ്റ് അല്പസമയത്തിനകം കരതൊടും. തമിഴ്നാട്ടിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം. ചെന്നൈ അടക്കം 8 ജില്ലകളിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധി. തിങ്കളാഴ്ച വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. വിശദമായ വാർത്തകളിലേക്ക്. ആലപ്പുഴ CPMൽ വിഭാഗീയ പ്രശ്നങ്ങൾ പുകയുന്നതിനിടെ പാർട്ടി നേതാവ് ബിപിൻ സി ബാബു BJPയിലെത്തി. കായംകുളം ഏരിയ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് അംഗവുമായ ബിപിൻ സി ബാബുവിനെ അനുകൂലിക്കുന്ന നിരവധി പേർ വരും ദിവസങ്ങളിൽ CPM വിടാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ജില്ലയിലെ കടുത്ത വിഭാഗീയത വ്യക്തമാക്കുന്നതാണ് പാർട്ടി കുടുംബാംഗമായ ബിപിന്റെ പാർട്ടി മാറ്റം. കുറച്ച് വർഗീയ ശക്തികളാണ് ഇതിനെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. ഇനി മുന്നോട്ട് പോകാൻ ഈ പാർട്ടിക്ക് പറ്റില്ല. പ്രത്യേകിച്ച് G. സുധാകരൻ സാറിൻ്റെ അവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു വിഭാഗത്തിൻ്റെ കയ്യിലേക്ക് ഈ പാർട്ടി പോവുകയാണ്. അതിൻ്റെ ഭാഗത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ല പൊതുപ്രവർത്തകനാണ്, ഏറ്റവും നല്ല മന്ത്രിയായി പ്രവർത്തിച്ചു ദീർഘകാലം കേരളത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ചാണ് G. സുധാകരൻ സാർ. അദ്ദേഹത്തിന് പോലും ഈ പാർട്ടിയിൽ ദയനീയമായ അവസ്ഥയാണ് ആലപ്പുഴയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഒരു കാരണമാണ്. ആലപ്പുഴയിൽ മാത്രമല്ല, സംസ്ഥാനത്ത് ഇനി CPM എന്ന പാർട്ടിക്ക് മുന്നോട്ടു പോകാനാകില്ലെന്ന് ബിപിൻ സി ബാബു. ആയിരക്കണക്കിന് ആളുകൾ CPM വിട്ട് ഉടൻ BJPയിലേക്ക് എത്തുമെന്നും ബിപിൻ സി ബാബു ജനം TVയോട് പറഞ്ഞു. ലോക്കൽ ഏരിയ സമ്മേളനം കഴിയുമ്പോൾ ഇത് മനസ്സിലാകുമെന്നും BJP അംഗത്വം സ്വീകരിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു. ബിപിൻ സി ബാബുവിനൊപ്പം S. ശാലിനി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നമുക്ക് ഈ റിപ്പോർട്ടിലേക്ക് തിരികെ എത്താം. ശബ്ദ സംപ്രേഷണത്തിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ. മറ്റൊരു വാർത്തയിലേക്ക്. കൊല്ലം കരുനാഗപ്പള്ളി CPM പൊട്ടിത്തെറിയിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കൊല്ലത്തെത്തി. ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ അടിയന്തര യോഗം വിളിച്ചു. പ്രവർത്തകരുടെ പരസ്യ പ്രതിഷേധം മുഖ്യ ചർച്ചയാകും. കരുനാഗപ്പള്ളിയിലെ വിഭാഗീയത ചർച്ച ചെയ്യുമെന്ന് MV ഗോവിന്ദൻ വ്യക്തമാക്കി.
പ്രശ്നങ്ങളുണ്ടായേക്കാണ്. ആവശ്യങ്ങൾ ചർച്ച ചെയ്യുമോ? അതിലെന്തെങ്കിലും ചർച്ച ഉണ്ടാവുമോ? കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ TV പ്രശാന്തിനെതിരായ വിജിലൻസ് പരാതിയിൽ പരാതിക്കാരന്റെ മൊഴിയെടുക്കാൻ വിജിലൻസ് സംഘം കണ്ണൂരിലെത്തി. കോൺഗ്രസ് നേതാവ് TO മോഹനനാണ് പരാതി നൽകിയത്. ADMന് പണം നൽകിയതിൽ കേസെടുത്ത് അന്വേഷണം നടത്തണം എന്നാണ് പരാതി. മൊഴി നൽകാൻ TO മോഹനൻ വിജിലൻസ് ഓഫീസിലെത്തി. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ ചേരും. മിഥുനിലേക്ക് എത്താം. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ TV പ്രശാന്തിനെതിരായ വിജിലൻസ് പരാതിയിൽ പരാതിക്കാരന്റെ മൊഴിയെടുക്കാൻ വിജിലൻസ് സംഘം തയ്യാറായിരിക്കുന്നു. കോൺഗ്രസ് നേതാവ് TO മോഹനനാണ് പരാതി നൽകിയത്. ADMന് പണം നൽകിയതിൽ കേസെടുത്ത് അന്വേഷണം നടത്തണം എന്നാണ് പരാതി. മൊഴി നൽകാൻ TO മോഹനൻ വിജിലൻസ് ഓഫീസിൽ എത്തിച്ചേർന്നു. VC നിയമനങ്ങളിൽ കൂടുതൽ കരുത്തനായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. നിയമനങ്ങളിൽ കോടതിയിൽ നിന്നും തുടർച്ചയായി തിരിച്ചടി നേരിടുന്നതോടെ സർക്കാരും പ്രതിരോധത്തിലായി. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധി അടക്കം ഉയർത്തി VC നിയമനങ്ങളുമായി മുന്നോട്ടു പോകാനാണ് രാജ്ഭവൻ നീക്കം. സംസ്ഥാനത്തെ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സർക്കാരുമായി യാതൊരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന് ഉറപ്പിക്കുന്നതാണ് ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടികൾ. തങ്ങളുടെ എതിർപ്പിനെ മറികടന്ന് സാങ്കേതിക സർവകലാശാല VC-ആയി ചുമതലയേറ്റതിന്റെ പേരിൽ സർക്കാരിന്റെ കണ്ണിലെ കരടായ ഡോക്ടർ സിസ തോമസിനെ തന്നെ ഡിജിറ്റൽ സർവകലാശാല VC-ആയി ഗവർണർ നിയമിച്ചത് സർക്കാരിന് മുഖത്തേറ്റ പ്രഹരമായി. ഇതിനു പുറമെയാണ് പ്രൊഫസർ K ശിവപ്രസാദിനെ സാങ്കേതിക സർവകലാശാല VC-ആയി നിയമിച്ചത്. 2 സർവകലാശാല VC-മാരുടെ നിയമനത്തിലും സ്റ്റേ ആവശ്യം ഉയർത്തിയെങ്കിലും ഇതിൽ രണ്ടിലും ഹൈക്കോടതി നിലപാട് അറിയിച്ചത് സർക്കാരിന് തിരിച്ചടിയുമായി. ഇതോടെയാണ് സർവകലാശാലകളുടെ അധിപനായ ഗവർണർ കൂടുതൽ കരുത്തനാകുന്നത്. VC നിയമനങ്ങളിൽ തനിക്ക് പൂർണ്ണ അധികാരമുണ്ടെന്ന ഹൈക്കോടതി വിധി ഉയർത്തിയാണ് ഗവർണറുടെ തുടർ നടപടികൾ. UGC റെഗുലേഷൻ ആക്ട് പ്രകാരം അധികാരം വിനിയോഗിച്ചതും VC നിയമനങ്ങളിൽ സർക്കാരിന് തിരിച്ചടിയായി. സംസ്ഥാനത്തിന് സർവകലാശാല കാര്യങ്ങളിൽ ഇടപെടാൻ അധികാരമില്ലെന്ന സുപ്രീം കോടതി നിരീക്ഷണവും രാജ്ഭവൻ ഉയർത്തുന്നുണ്ട്. ഇതും ഗവർണർ കോടതിയിൽ അറിയിക്കുന്നതും സർക്കാരിന് നിർണായകമാണ്. സർവകലാശാല ഭേദഗതി ബില്ലിലടക്കം ഗവർണർ ഒപ്പുവെക്കാത്തതിലെ തർക്കങ്ങളാണ് തുടർച്ചയായി ഗവർണർ സർക്കാർ പോരിന് വഴിവെക്കുന്നത്. ജനം, തിരുവനന്തപുരം. വഖഫ് അധിനിവേശം. മുനമ്പം അധിനിവേശ വിരുദ്ധ സമരത്തിൽ പങ്കാളികളാകാൻ കൂടുതൽ സംഘടനകൾ. സമരം 50-ാം ദിവസത്തിലേക്ക് കടക്കുന്ന ഞായറാഴ്ച കാസയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് നടയിൽ സായാഹ്ന ധർണ നടക്കും. നിലവിലെ റിലേ നിരാഹാര സമരം 49-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ട് മുനമ്പം തീരദേശ ജനത നടത്തുന്ന റിലേ നിരാഹാര സമരം 49-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. സമരം ആരംഭിച്ചതു മുതൽ നിരവധി സംഘടനകൾ സമരത്തിന് പിന്തുണയുമായി രംഗത്തുണ്ട്. സമരം 50 ദിവസം പിന്നിടുന്നതോടെ സമരമാർഗങ്ങൾ കൂടുതൽ ശക്തിപ്പെടും. നിരാഹാര സമരം 50 ദിവസം പിന്നിടുന്ന ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കൽ കാസയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തും. വൈകിട്ട് 4:30 മുതൽ 6:30 വരെയാണ് ധർണ. മറ്റ് സംഘടനകളും വരും ദിവസങ്ങളിൽ സമരരംഗത്തുണ്ടാകും. സർക്കാർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ കമ്മീഷൻ പ്രശ്നത്തിന് പരിഹാരമാകില്ലെന്ന് കരുതുന്ന ഭൂവുടമകൾ തുടർ നീക്കങ്ങളെ സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്. സമരസമിതിയും സഭാ നേതൃത്വവും ആവശ്യപ്പെട്ട വിഷയങ്ങളൊന്നും പരിഗണനാ വിഷയങ്ങളിൽ ഇല്ലാത്തതിലും അതൃപ്തി ശക്തമാണ്. വീടുകൾ കയറിയുള്ള രേഖകളുടെ പരിശോധന ഉൾപ്പെടെ നടന്നാൽ പ്രതിഷേധങ്ങളും ഉണ്ടാകും. ജനം, കൊച്ചി. മതന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രതികാര നടപടി തുടർന്ന് ബംഗ്ലാദേശ് ഭരണകൂടം. ഇസ്കോണിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. ബംഗ്ലാദേശിൽ നടക്കുന്നത് നഗ്നമായ മനുഷ്യാവകാശ ലംഘനമെന്ന് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങിൽ ഇന്നലെ 3 ക്ഷേത്രങ്ങൾ ഇസ്ലാമിസ്റ്റുകൾ തകർത്തിരുന്നു. ഇന്നും ക്ഷേത്രങ്ങൾക്ക് നേരെ വ്യാപക അക്രമം നടന്നതായാണ് റിപ്പോർട്ട്. ദേവസ്വം ബോർഡ് നിയമനങ്ങൾക്ക് ബോണ്ട് സമ്പ്രദായം ഏർപ്പെടുത്തുന്നു. പുതിയ നിയമനങ്ങൾ 3 വർഷത്തേക്ക് ജോലി ഉപേക്ഷിക്കില്ലെന്ന വ്യവസ്ഥയോടെ മാത്രം.
50,000 രൂപ ബോണ്ട് തുകയായി കെട്ടിവെക്കണമെന്നും വ്യവസ്ഥ. കരട് വിജ്ഞാപനത്തിന് അംഗീകാരം നൽകി ദേവസ്വം ബോർഡ്. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി നടക്കുന്ന നിയമനങ്ങൾക്കാണ് പുതിയ നിബന്ധന ഏർപ്പെടുത്തുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സർവീസിൽ പ്രവേശിക്കുന്ന ജീവനക്കാർ 3 വർഷ കാലയളവിലേക്ക് ജോലി ഉപേക്ഷിക്കില്ലെന്ന സമ്മതപത്രം ഒപ്പിട്ട് നൽകണം. ഒപ്പം 50,000 രൂപ ബോണ്ടായി കെട്ടിവയ്ക്കുകയും വേണം. എട്ട് 2024 സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ റൂളിൽ ഉൾപ്പെടുത്തിയാണ് ബോണ്ട് സംവിധാനം ഏർപ്പെടുത്തുന്നത്. കാലാവധി, തുക എന്നിവയടക്കം ഉൾപ്പെടുത്തി ദേവസ്വം ലോ ഓഫീസർ തയ്യാറാക്കിയ കരട് വിജ്ഞാപനത്തിന് നവംബർ 19 ചേർന്ന ബോർഡ് യോഗം അംഗീകാരവും നൽകി. റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി സർവീസിൽ പ്രവേശിക്കുന്നവരിൽ ചിലർ മറ്റു ജോലികൾ കിട്ടുമ്പോൾ വിടുതൽ വാങ്ങിപ്പോകുന്നത് ക്ലാർക്ക് തസ്തികയിൽ ജീവനക്കാരുടെ അപര്യാപ്തതയുണ്ടാക്കുന്നുവെന്നാണ് പുതിയ പരിഷ്കരണത്തിനുള്ള കാരണമായി ദേവസ്വം ബോർഡ് ചൂണ്ടിക്കാട്ടുന്നത്. വിജ്ഞാപനം ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതോടെ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴിയുള്ള നിയമനങ്ങൾക്കെല്ലാം ബോണ്ട് സമ്പ്രദായം ഭാഗമാകുമെന്നാണ് വിവരം. ഒന്നിൽ കൂടുതൽ ലിസ്റ്റുകളിൽ നിയമന സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്ന തീരുമാനമാണ് ബോർഡിൽ നിന്നുണ്ടായിരിക്കുന്നത്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. ഗുരുവായൂർ ഏകാദശി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശി ദിനത്തിൽ നടത്തിവരുന്ന ഉദയാസ്തമന പൂജ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമല്ലെന്ന് ഗുരുവായൂർ തന്ത്രി. ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് പരാമർശം. ഏകാദശി ദിനത്തിലെ ഉദയാസ്തമന പൂജ വഴിപാട് മാത്രമാണെന്നും തന്ത്രി. ആദിശങ്കരൻ ക്ഷേത്രം സന്ദർശിച്ചത് ഐതിഹ്യം മാത്രമാണെന്നും സത്യവാങ്മൂലത്തിൽ പരാമർശം. തന്ത്രി സമർപ്പിച്ച സത്യവാങ്മൂലത്തിന്റെ പകർപ്പ് ജനം ടിവിക്ക്. തന്ത്രിയുടെയും ദേവസ്വം ബോർഡിന്റെയും നിലപാടുകൾക്കെതിരെ വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് ഗുരുവായൂരിൽ പ്രതിഷേധം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉദയാസ്തമന പൂജ വേണ്ടെന്ന ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി എടുത്ത തീരുമാനത്തെ പിന്തുണച്ചുകൊണ്ടാണ് തന്ത്രി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടത്തുന്ന ഉദയാസ്തമന പൂജ ക്ഷേത്ര ആചാരാനുഷ്ഠാനങ്ങളുടെയോ പാരമ്പര്യത്തിന്റെയോ ഭാഗമല്ല, ആരാധകർ അർപ്പിക്കുന്ന ഒരു വഴിപാടാണിതെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ ഉദയാസ്തമന പൂജ ദേവസ്വം വഴിപാടായാണ് നടത്തുന്നത്. ഗുരുവായൂർ ദേവസ്വമാണ് ആ പ്രത്യേക ദിവസം ഉദയാസ്തമന പൂജ അർപ്പിക്കുന്നതെന്നും ദേവസ്വം വഴിപാടായി നടത്തുന്ന ഉദയാസ്തമന പൂജയുടെ ചെലവ് ഏതൊരു ആരാധകനും അർപ്പിക്കുന്ന ഉദയാസ്തമന പൂജയ്ക്ക് തുല്യമാണെന്നാണ് തന്ത്രിയുടെ വാദം. ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ ഉദയാസ്തമന പൂജ നടത്തേണ്ടതില്ലെന്ന് ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി എടുത്ത തീരുമാനമാണെന്നും ദേവഹിതം എടുത്തതിനു ശേഷമാണ് ഇതിന് സമ്മതം നൽകിയതെന്നും തന്ത്രിയുടെ സത്യവാങ്മൂലത്തിൽ പറയുന്നു. ആദിശങ്കരൻ ക്ഷേത്രം സന്ദർശിച്ചു എന്ന വിശ്വാസം ഐതിഹ്യത്തിന്റെ ഭാഗമാണെന്നാണ് സത്യവാങ്മൂലത്തിലെ മറ്റൊരു പരാമർശം. തന്ത്രിയുടെ നിലപാടിനെതിരെ പ്രതിഷേധം ഘടിപ്പിച്ച് ഹിന്ദു സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ആചാരങ്ങളെ ലംഘിക്കാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഇവർക്ക് ഇതിപ്പോൾ ആ ഇരിക്കുന്നിടത്തല്ലേ നിങ്ങളുടെ കൃഷ്ണൻ എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് അതൊന്നും വലിയൊരു വിലയുണ്ടായിരിക്കില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടെ എന്നുണ്ടെങ്കിൽ ഈ ഇത്തരം പൂജകൾ നടക്കുന്നത് ആ ക്ഷേത്ര പരിസരവാസികളുടെയോ അവിടെ വരുന്ന ഭക്തജനങ്ങളുടെയോ ക്ഷേത്രത്തിൻ്റെയോ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയിട്ടാണ്. അതിന് മാറ്റം വരുന്ന ഒരു കാര്യങ്ങളും പിന്നെ തന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അവസാന വാക്കൊന്നുമല്ല. ഇത് ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവകാലം തൊട്ട് എഴുതി വെച്ചിട്ടുള്ളൊരു കാര്യമാണ്. അത് മുടക്കുകൂടാതെ ഇക്കൊല്ലം നടക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അതിനുള്ള സമരമുറകൾ നമ്മൾ എന്താണെന്നുണ്ടെങ്കിൽ പ്രതിഷേധയോ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രതിഷേധിക്കും ശക്തമായിട്ട്. ഏകാദശി ദിനത്തിൽ ഭക്തർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്താണ് ഉദയാസ്തമന പൂജാ ദിവസം മാറ്റാൻ സമ്മതം നൽകിയതെന്നാണ് തന്ത്രിയുടെ മറ്റൊരു വാദം. ദേവസ്വത്തിന്റെയും തന്ത്രിയുടെയും നിലപാടുകൾക്കെതിരെ വിവിധ ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തജന കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുണ്ട്. ജനം, തൃശൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റുന്നത് സംബന്ധിച്ച സത്യവാങ്മൂലത്തിലെ തന്ത്രിയുടെ പരാമർശങ്ങൾക്കെതിരെ വിമർശനം ശക്തം. തന്ത്രിയുടേത് ആചാരത്തെ വെല്ലുവിളിക്കുന്ന രീതിയാണെന്നും പ്രതിഷേധാർഹമാണെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു. നിയമ പോരാട്ടം തുടരുമെന്ന് ഗുരുവായൂർ ക്ഷേത്ര രക്ഷാ സമിതി വ്യക്തമാക്കി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശി നാളിലെ തിരക്ക് നിയന്ത്രിക്കാൻ ദേവസ്വം മാനേജ്മെന്റ് കമ്മിറ്റി കണ്ടെത്തിയ വഴിയാണ് ഉദയാസ്തമന പൂജ മാറ്റുക എന്നത്. മുഖ്യതന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് അതിനെ പിന്തുണച്ചത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇത് സംബന്ധിച്ച് തന്ത്രി കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ വിവരങ്ങളാകട്ടെ അത്യന്തം അപകടകരവും ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതുമാണെന്നാണ് വിമർശനം. തന്ത്രിയുടെ തീരുമാനം അംഗീകരിക്കാനാവില്ലെന്ന് മറ്റ് തന്ത്രി കുടുംബാംഗങ്ങൾ പ്രതികരിച്ചു. ഏകാദശി പറഞ്ഞാൽ എത്രയോ ഒരു നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു പൂജയാണ്.
അത് ഏകാദശി ദിവസം തന്നെ നടത്തുന്നതാണ്. അത് വേറെ ദിവസം നടത്തിയോണ്ട് അതിൻ്റെ ഒരു ഫലമൊന്നുമില്ല. കാരണം പണ്ടത് ചെറുളയം പാലസ് നിന്ന് കോവിലത്ത് നടത്തിയിരുന്നതാണ്. അത് അവർ നടത്താൻ പറ്റാത്ത സ്ഥിതി വന്നപ്പോൾ ഗുരുവായൂർ ദേവസ്വം ഏറ്റെടുക്കുകയും അവർ തുടർന്ന് അതുപോലെ തന്നെ നടത്താമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് ഒരു തുലാമാസത്തിലെ വെളുത്ത വർഷത്തിലെ ഏകാദശിക്ക് നടത്തിയതുകൊണ്ട് ഗുരുവായൂർ ഏകാദശിക്ക് നടത്തിയ പോലെ ഒന്നും ആവുന്നില്ല. ആ ദിവസം നടത്തേണ്ട പൂജ അന്ന് തന്നെയാണ് നടത്തേണ്ടത്. ഉദയാസ്തമന പൂജ ആചാരമല്ല വഴിപാടാണെന്ന പ്രസ്താവന യാഥാർത്ഥ്യവും ചരിത്രവും ഉൾക്കൊള്ളാത്തതാണെന്നാണ് വിമർശനം. ആദിശങ്കരന്റെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം ഐതിഹ്യം മാത്രമാണെന്ന പരാമർശവും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. തന്ത്രിയുടേത് ആചാരത്തെ വെല്ലുവിളിക്കുന്ന രീതിയാണെന്ന് ഹിന്ദു ഐക്യവേദി വിമർശിച്ചു. തന്ത്രി അടക്കമുള്ള ആളുകൾ ദേവസ്വം ബോർഡിന്റെ ഈ നിലപാടിനെ പിന്തുണയ്ക്കുന്ന രീതിയിലേക്ക് എത്തിയത്, ആ ദിവസം ഉദയാസ്തമന പൂജ വേണ്ട എന്ന് തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ ക്ഷേത്രത്തിന്റെ വിശ്വാസത്തോട് ചെയ്യുന്ന അങ്ങേയറ്റം കടുത്ത അനീതിയാണ്. ദേവഹിതമറിയാൻ തന്ത്രി നടത്തിയ ഒറ്റരാശി പ്രശ്നം പാരമ്പര്യ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നും രഹസ്യാത്മകമായാണ് നടത്തിയതെന്നും വിമർശനമുണ്ട്. ദേവസ്വം ബോർഡിന്റെ സാമ്പത്തിക താൽപര്യങ്ങൾക്ക് തന്ത്രി വഴങ്ങരുതെന്ന് ഗുരുവായൂർ ക്ഷേത്രരക്ഷാ സമിതി ആവശ്യപ്പെട്ടു. തന്ത്രി അദ്ദേഹം ഇന്ന് കോടതിയിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റിന് മുൻപ് ഇത് അദ്ദേഹം കൊടുത്താന്ന് വിശ്വസിക്കുന്നില്ല. എഴുതി തയ്യാറാക്കിയാൽ അദ്ദേഹം ഒപ്പിട്ടു എന്നാണ് വിചാരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രിയായിട്ടുള്ള ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സത്യവാങ്മൂലത്തിൽ കോടതിയിൽ കൊടുത്തു എന്നുള്ളത് അത്യന്തം അപകടകരവും ദൗർഭാഗ്യകരവുമാണ്. ദേവസ്വം നീക്കത്തിനെതിരെ നിയമ നടപടി തുടരുമെന്നും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും ഹൈന്ദവ സംഘടനകൾ വ്യക്തമാക്കുന്നു. ജനം, തൃശൂർ. വയനാട് മാനന്തവാടിയിൽ വിദേശ വനിതയുടെ മൃതദേഹം അനധികൃതമായി സൂക്ഷിച്ചതായി പരാതി. സ്വകാര്യ ആംബുലൻസ് ഏജൻസിയാണ് മൃതദേഹം സൂക്ഷിച്ചത്. അവയവ കച്ചവടം നടന്നിട്ടുള്ളതായി സംശയമെന്ന് കാണിച്ച് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ശരത്ത് മാനന്തവാടി ASPക്ക് പരാതി നൽകി. വയനാട് മാനന്തവാടിയിൽ വിദേശ വനിതയുടെ മൃതദേഹം അനധികൃതമായി സൂക്ഷിച്ചതായി പരാതി. സ്വകാര്യ ആംബുലൻസ് ഏജൻസിയാണ് മൃതദേഹം സൂക്ഷിച്ചത്. അവയവ കച്ചവടം നടന്നിട്ടുള്ളതായി സംശയമെന്ന് കാണിച്ച് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ശരത്ത് മാനന്തവാടി ASPക്ക് പരാതി നൽകി. അർജുൻ PS ചേരുന്നു. അർജുൻ, വിവരങ്ങൾ. ഈ മാസം 19-ാം തീയതിയാണ് സ്വകാര്യ റിസോർട്ടിൽ വെച്ച് ഈ ഒരു വനിത മരിക്കുന്നത്. അതായത് വിദേശ വനിതയാണ്, കാമറൂൺ സ്വദേശിയാണ്. പിന്നീട് 20-ാം തീയതി മുതൽ 26-ാം തീയതി വരെ ഒരു സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലാണ് ഇവരുടെ മൃതദേഹം സൂക്ഷിച്ചത്. സ്വകാര്യ ആംബുലൻസ് അസോസിയേഷന്റെ കീഴിലുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലാണ് ഇത്തരത്തിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. ഫ്രീസറിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നു. പക്ഷേ പോലീസ് അതേപ്പറ്റി കൂടുതലുള്ള അന്വേഷണം നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ പോലീസ് ഇക്കാര്യം കൃത്യമായി അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വസ്തുത. എന്തിനാ തന്നെയും ഈ യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ്, അതായത് വയനാട് ജില്ലാ പ്രസിഡന്റാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി ASPക്ക് നൽകിയിട്ടുള്ളത്, മാനന്തവാടി ASPക്ക് നൽകിയിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ കൈമാറാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ASPയുമായി ബന്ധപ്പെടാൻ നമ്മൾ ശ്രമിച്ചിരുന്നു, പക്ഷേ അദ്ദേഹത്തെ ലൈനിൽ കിട്ടിയില്ല. അല്പസമയത്തിനകം നമുക്ക് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഈ പരാതിയിൽ പറയുന്നത് ഇത്തരത്തിൽ ഇത്രയും ദിവസം മൃതദേഹം സൂക്ഷിച്ചത് എന്തിനാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്, ഇത് അവയവ കച്ചവടമാണോ എന്നുള്ള ഒരു സംശയം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. സ്വാഭാവികം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ കാമറൂൺ സ്വദേശിയാണ്, വിദേശ വനിതയാണ്. അങ്ങനെയെങ്കിൽ ഈ മൃതദേഹം സൂക്ഷിക്കുന്നതിന് മറ്റു വഴികളുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ സർക്കാർ ഇടപെട്ടുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ആശുപത്രി വഴി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതൊന്നും ഇവിടെ ചെയ്യാതെ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ എന്തിന് ഇത് സൂക്ഷിച്ചു വെച്ചു എന്നുള്ളതാണ് ചോദ്യം. ശരി, അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്. ഫിൻജാൽ ചുഴലിക്കാറ്റ് ഇന്ന് ഉച്ചയോടെ തീരം തൊടും. ചെന്നൈയിൽ കനത്ത മഴയും കാറ്റും, പലയിടങ്ങളിലും വെള്ളക്കെട്ട്. ചെന്നൈ വിമാനത്താവളം രാത്രി 7 മണിവരെ അടച്ചിടും. ചെന്നൈ, കാഞ്ചീപുരം, ചെങ്കൽപ്പേട്ട്, തിരുവള്ളൂർ ജില്ലകളിൽ കനത്ത മഴ. തെക്കൻ കേരള തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ്. നാളെ 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ആലപ്പുഴ മുതൽ മലപ്പുറം വരെയാണ് യെല്ലോ അലർട്ട്. തിങ്കളാഴ്ച എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. തിങ്കളാഴ്ച എറണാകുളം മുതൽ വയനാട് വരെയുള്ള 7 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട്. ചൊവ്വാഴ്ച മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും. പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, മഴ മുന്നറിയിപ്പുകൾ എപ്രകാരമാണ്? ശക്തമായ മഴ വരും ദിവസങ്ങളിൽ കേരളത്തിൽ പെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്.
അലർട്ടുകളുടെ കാര്യം പറയുമ്പോൾ നാളെ മുതൽ സംസ്ഥാനത്ത്, അതായത് കുറച്ച് ദിവസത്തേക്ക് തന്നെ ശക്തമായ മഴ പെയ്യുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. പ്രത്യേകിച്ച് ഈ ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് വലിയ മഴ പെയ്യും. നാളത്തെ അലർട്ടുകൾ എടുക്കുമ്പോൾ നാളെ ആലപ്പുഴ മുതൽ മലപ്പുറം വരെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസം 2-ാം തീയതി, അതായത് തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അന്ന് എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണുള്ളത്. തൊട്ടടുത്ത ദിവസമായ 3-ാം തീയതിയും സമാനമായ രീതിയിൽ ഏതാണ്ട് സംസ്ഥാനത്തെ 12 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഈ രീതിയിൽ അലർട്ടുള്ളത്. ഈ ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തിലാണ് മഴ ശക്തമാകുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കാരക്കല്ലും മഹാബലിപുരത്തിനിടയിൽ പുതുച്ചേരിക്ക് സമീപമാണ് ഈ ചുഴലിക്കാറ്റ്, ഫിൻജാൻ ചുഴലിക്കാറ്റ് കരയിൽ പ്രവേശിക്കുക. അതിന്റെ സ്വാധീന ഫലമായി തന്നെയാണ് സംസ്ഥാനത്ത് അടുത്ത 4 ദിവസത്തേക്ക് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പായി വരുന്നത്. ഈ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായോ അല്ലെങ്കിൽ അതിശക്തമായ മഴയ്ക്കോ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. രോഹിണി. ശരി, പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്. കരുനാഗപ്പള്ളി CPM-ലെ വിഭാഗീയതയെ തുടർന്ന് ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു. CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. വിവരങ്ങളുമായി M മനോജ് ചേരുന്നു. മനോജ്, കരുനാഗപ്പള്ളി CPM-നുള്ളിലെ വിഭാഗീയത സംസ്ഥാന നേതൃത്വം ഏറ്റെടുത്തിരുന്നു. ഇപ്പോൾ നിലവിൽ ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടിരിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമെടുത്തത് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഇന്ന് രാവിലെയായിരുന്നു ഈ ഒരു അടിയന്തര യോഗം ചേർന്നത്. അതായത് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും അതോടൊപ്പം തന്നെ നേരിട്ട് പങ്കെടുത്ത് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുവാനുള്ള പുനഃസംഘടിപ്പിക്കുവാനുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നത്. ഇനി സമ്മേളനം ഉണ്ടാകില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി ഇനി ഈ പാർട്ടിക്ക്, അതായത് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് പാർട്ടി നയിച്ചു കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ള ഒരു തീരുമാനമാണ് ഈ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അത് തന്നെയാണ് ഈ ജില്ലാ കമ്മിറ്റി അംഗങ്ങളോടൊക്കെ ഇതിലെ വിശദീകരണം തേടിയ ശേഷമാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്. എന്തായാലും CPM-ന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത്. പാർട്ടിക്കെതിരെ വലിയ പ്രതിഷേധവുമായി വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ രംഗത്ത് വരുന്നത്. ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നു, അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. അത്തരത്തിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് പോയപ്പോൾ അത് പാർട്ടിക്ക് വളരെയധികം പ്രയാസം ഉണ്ടാക്കി എന്ന് തന്നെയാണ് വിലയിരുത്തൽ. അത്തരത്തിൽ ക്ഷീണം ഉണ്ടായ സാഹചര്യത്തിൽ തന്നെയാണ് പിന്നീട് ഒരു നടപടിയിലേക്ക് പാർട്ടി കടന്നത്. ഇപ്പോൾ ഏരിയ കമ്മിറ്റിയാണ് പിരിച്ചുവിട്ടിട്ടുള്ളത്. പ്രതിഷേധിച്ചവർക്കെതിരെയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള നടപടികൾ എടുക്കണമോ വേണ്ടയോ എന്നത് പരിശോധിക്കുമെന്നുള്ള കാര്യമാണ് സംസ്ഥാന സെക്രട്ടറി തന്നെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കർശനമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് പോകുവാൻ കാരണം നിരന്തരമായി ലോക്കൽ സമ്മേളനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ്. അതായത് ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ ലോക്കൽ സമ്മേളനങ്ങളിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം സംസ്ഥാന കമ്മിറ്റി അംഗം ഉൾപ്പെടെ പോയ ഏരിയ ലോക്കൽ സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റി അംഗത്തെ ഉൾപ്പെടെ അതോടൊപ്പം സംസ്ഥാന കമ്മിറ്റി അംഗത്തെ ഉൾപ്പെടെ പൂട്ടിയിടുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഒരു സാഹചര്യം നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഏരിയ കമ്മിറ്റി തന്നെ പിരിച്ചുവിടുവാനുള്ള ഒരു തീരുമാനം എടുക്കുന്നത്. ഇതിൽ തന്നെ ഇരു വിഭാഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. അതായത് ഈ കരുനാഗപ്പള്ളി മേഖലയിൽ വിഭാഗീയത രൂക്ഷമായതിനെ തുടർന്നായിരുന്നു. അതിൽ ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ തന്നെ രൂക്ഷമായിട്ടുള്ള ഈ ആരോപണം അംഗത്തിനെതിരെ ഉയർന്നു വന്നിരുന്നു. അതോടൊപ്പം സ്ത്രീകളോട് മോശമായി പെരുമാറുന്നു, സാമ്പത്തിക ക്രമക്കേടുകൾ, ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഉയർന്നിരുന്നു, പരാതി നൽകിയിരുന്നു. പക്ഷേ അതിലൊരു നടപടി എടുത്തില്ല എന്നതൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം ഈ പ്രതിഷേധത്തിൽ ഉണ്ടായിരുന്ന വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ കർശനമായിട്ടുള്ള ഒരു നടപടി ഇല്ലെങ്കിൽ പാർട്ടിയുമായി യോജിച്ചു പോകുവാൻ തയ്യാറല്ല എന്നൊക്കെയായിരുന്നു അവരൊക്കെ കൃത്യമായും അറിയിച്ചിരുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുവാൻ പുനഃസംഘടിപ്പിക്കുവാനാണ് തീരുമാനമായിട്ടുള്ളത്. ഏരിയ സമ്മേളനം നടക്കില്ല. ഇനി വരുന്ന ജില്ലാ സമ്മേളനം ഡിസംബറിൽ നടക്കാനിരിക്കുന്നു. അതോടൊപ്പം വരുന്ന മാർച്ചിൽ സംസ്ഥാന സമ്മേളനം നടക്കാനിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പാർട്ടി പ്രതിസന്ധിയിലായത്. അതേസമയം തന്നെയാണ് ഇന്ന് ഇത്തരത്തിൽ അടിയന്തര യോഗം വിളിച്ച് ജില്ലാ കമ്മിറ്റി അംഗങ്ങളുമായി ചർച്ച ചെയ്ത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുമായി ചർച്ച ചെയ്ത് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് മാറിയത്. ഈ നിലവിൽ തീരുമാനം എടുത്തില്ലെങ്കിൽ ഇനി പാർട്ടിക്ക് മുന്നോട്ട് പോകുവാൻ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടിട്ടുള്ളത്. എന്തായാലും പ്രവർത്തകരുടെ പ്രതിഷേധം അത് തന്നെയാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത്. കാരണം നിരന്തരമായി പരാതികൾ ഉന്നയിച്ചിട്ട് പോലും അത് പരിഗണിക്കുവാൻ പാർട്ടി തയ്യാറായി
ഉണ്ടായില്ല എന്നുള്ളതാണ്. പക്ഷേ അവസാനം തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ പാർട്ടിക്ക് അതിൽ ഇടപെടേണ്ടി വന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ നിലവിലെ സാഹചര്യത്തിൽ പാർട്ടിക്ക് പ്രയാസമുണ്ടായി എന്ന് തന്നെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരത്തിൽ ലോക്കൽ സമ്മേളനങ്ങൾ കയ്യാങ്കളി നടക്കുന്ന സാഹചര്യത്തിൽ പാർട്ടി മറ്റ് സമ്മേളനങ്ങൾ നടത്തുവാനുള്ള ബുദ്ധിമുട്ടുകൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇന്ന് അടിയന്തരമായി യോഗം ചേർന്നത്. എന്തായാലും കരുനാഗപ്പള്ളി മാത്രമല്ല ഇത് ജില്ലയിൽ ഒട്ടാകെ നടക്കുന്ന സംഭവമല്ല എന്നാണ് MP ഗോവിന്ദൻ എന്ന് വ്യക്തമാക്കിയത്. പക്ഷേ പല സ്ഥലങ്ങളിലും ഇത് തന്നെയാണ്, പ്രവർത്തകർ അതൃപ്തരാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലുള്ള നേതാക്കളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ പ്രവർത്തകരൊക്കെ തന്നെ വലിയ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. പരാതികളും നിരന്തരമായി നൽകിയിട്ടുണ്ട്. സാമ്പത്തിക ക്രമക്കേട് ഉൾപ്പെടെ, അതോടൊപ്പം ലൈംഗിക പരാതികൾ, പീഡന പരാതികൾ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പാർട്ടിക്കുള്ളിൽ നൽകിയിട്ടുള്ള പരാതികളൊന്നും തന്നെ നടപടി എടുത്തിട്ടില്ല. ശരി മനോജ്, കരുനാഗപ്പള്ളി CPM-ലെ വിഭാഗീയത ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു. M. മനോജാണ് വിവരങ്ങൾ നൽകിയത്. പുണ്യം പൂങ്കാവനം. ശബരിമലയിലേക്ക് എത്തുന്ന പ്ലാസ്റ്റിക് പ്രകൃതിക്കും വന്യജീവികൾക്കും സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നതെന്ന് വനം വകുപ്പ്. പ്ലാസ്റ്റിക് ശബരിമലയിലേക്ക് കൊണ്ടുവരില്ല എന്ന് ഭക്തർ തീരുമാനിക്കണം. പ്ലാസ്റ്റിക് കൊണ്ടുവരാതിരിക്കാൻ ശക്തമായ ബോധവൽക്കരണം നടത്തുന്നുണ്ടെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ഇതൊരു മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിലെ കാഴ്ചയല്ല. ഈ ഉയരുന്നത് ഫാക്ടറിയിലെ വിഷപ്പുകയുമല്ല. അയ്യന്റെ തിരുസന്നിധാനത്തിനരികെയുള്ളതാണ് ഈ ഞെട്ടിക്കുന്ന കാഴ്ച. മണ്ഡലകാലം തുടങ്ങി 2 ആഴ്ച എത്തുമ്പോഴേക്കും പ്ലാസ്റ്റിക് ഇങ്ങനെ മാലിന്യമലയായി കിടക്കുകയാണ്. അയ്യന്റെ പൂങ്കാവനത്തിന്, ഇവിടുത്തെ പരിസ്ഥിതിക്ക്, വന്യമൃഗങ്ങൾക്ക്, ജീവജാലങ്ങൾക്ക് അതിഭീകരമായ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുക. പവിത്രമായ ഇരുമുടിക്കെട്ടിലടക്കം പൂജാദ്രവ്യങ്ങൾ ഇപ്പോഴും പ്ലാസ്റ്റിക് കവറുകളായിട്ട് എത്തുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. കൂടാതെ ഭക്തർ പ്ലാസ്റ്റിക് സഞ്ചികൾ, വാട്ടർ ബോട്ടിലുകൾ ഒക്കെ എല്ലാ ദിവസവും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ശബരിമലയിൽ വലിയ തോതിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എത്തുന്നതിന് കാരണമാകുന്നുണ്ട്. ഒരുപാട് വന്യജീവികളും അവരുടെ ആവാസ വ്യവസ്ഥേനൊക്കെ ദോഷകരമായി ബാധിക്കുന്നതാണ്. ഈ ഗുരുതര സാഹചര്യം മനസ്സിലാക്കി ശബരിമലയിലേക്ക് പ്ലാസ്റ്റിക് കൊണ്ടുവരാതിരിക്കാൻ ഉറച്ച തീരുമാനം ഭക്തരെടുക്കണമെന്നും വനംവകുപ്പ് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ശബരിമലയുടെ വിശുദ്ധിയും പവിത്രതയൊക്കെ നിലനിർത്തുന്നതിനായിട്ട് ഇനി വരാൻ പോകുന്ന ഭക്തന്മാരും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, പരമാവധി പ്ലാസ്റ്റിക് ഇവിടെ എത്തിക്കാതിരിക്കാനുള്ളൊരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. പൂങ്കാവനത്തിന്റെ ഭംഗിയും വിശുദ്ധിയും അതേപോലെ നിലനിൽക്കണം. വന്യമൃഗങ്ങൾക്കും ജീവജാലങ്ങൾക്കും അവരുടെ ആവാസ വ്യവസ്ഥയ്ക്കും ഒരു കോട്ടവും ഉണ്ടാക്കാൻ പാടില്ല. അത് നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ്. ടീം ജനം, സന്നിധാനം. കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയന് പരിശീലനത്തിന് പോകാൻ സർക്കാർ അനുമതി. ഡിസംബർ 2 മുതൽ 27 വരെയാണ് കേന്ദ്ര പരിശീലനം. കണ്ണൂർ ADM-ന് ജില്ലാ കളക്ടറുടെ താൽക്കാലിക ചുമതല. സിനിമാ നിർമ്മാണത്തിന്റെ മറവിൽ നടന്ന നികുതി വെട്ടിപ്പിൽ നടൻ സൗബിൻ ഷഹീറിനെതിരായ പരിശോധനകൾ തുടരുന്നു. കള്ളപ്പണം വെളുപ്പിച്ചതിനും നികുതി വെട്ടിപ്പ് നടത്തിയതിനും കൂടുതൽ തെളിവുകൾ ആദായ നികുതി വകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. നടന്റെ വീട്ടിലും പറവ പ്രൊഡക്ഷൻസിന്റെ ഓഫീസിലും പരിശോധനകൾ നടന്നിരുന്നു. കള്ളപ്പണ ഇടപാട് നടത്തിയെന്നാണ് താരം നേരിടുന്ന ആരോപണം. ആദായ നികുതി വകുപ്പിന്റെ കൊച്ചി യൂണിറ്റാണ് അന്വേഷണം നടത്തുന്നത്. സൗബിന്റെ ഉടമസ്ഥതയിലുള്ള പറവ ഫിലിംസ് ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല. കണക്കുകൾ മറച്ചുവെച്ചുമെന്നുമാണ് ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കുന്നത്. പറവ ഫിലിംസ് നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും പരിശോധന നടത്തുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി സൗബിന്റെ വീട്ടിൽ IT ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു. സൗബിന്റെ വീട്ടിലെത്തിയ അന്വേഷണ സംഘം സൗബിന്റെ കുടുംബാംഗങ്ങളുടെ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും പരിശോധിച്ചു. പറവ ഫിലിംസിനെതിരെ ആലപ്പുഴ സ്വദേശി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം.
മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ നിർമ്മാണത്തിൽ പങ്കാളിയായ വ്യക്തിയെ മുടക്കുമുതൽ പോലും തിരികെ നൽകാതെ കബളിപ്പിച്ചെന്നായിരുന്നു പരാതി. തുടർന്നുള്ള അന്വേഷണത്തിൽ ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു പോലീസ് കണ്ടെത്തിയത്. ഈ റിപ്പോർട്ട് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പോലീസ് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഇഡിയും നേരത്തെ സൗബിനെ ചോദ്യം ചെയ്തിരുന്നു. ജനം, കൊച്ചി. മഹാപ്രളയം കഴിഞ്ഞ് 6 വർഷം പിന്നിടുമ്പോഴും എങ്ങുമെത്താതെ റീബിൽഡ് കേരള പദ്ധതി 4785 കോടി ചിലവഴിച്ചിട്ടും പൂർത്തിയായത് 28 പദ്ധതികൾ മാത്രം. ഇഴഞ്ഞു നീങ്ങുന്നത് 82 പദ്ധതികൾ. ഇത് സംബന്ധിച്ച വിവരാവകാശ ജനം ടിവിക്ക് ലഭിച്ചു. ജനം ബ്രേക്കിംഗ്. 2018 മഹാപ്രളയത്തിന് ശേഷം തകർന്നടിഞ്ഞ കേരളത്തെ പുനഃസൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ നവകേരള നിർമ്മിതിക്കായി പിണറായി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് റീബിൽഡ് കേരള. എന്നാൽ പ്രളയം കഴിഞ്ഞ് 6 വർഷം പിന്നിടുമ്പോഴും നവകേരള നിർമ്മിതി എങ്ങുമെത്തിയില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആസൂത്രണ സാമ്പത്തിക കാര്യ വകുപ്പിന്റെ വിവരാവകാശ രേഖകളിലാണ് ഇത് സൂചിപ്പിക്കുന്നത്. വിദേശ വായ്പയിലൂടെയും മറ്റ് മാർഗങ്ങളിലൂടെയും വൻതുക സമാഹരിച്ചുകൊണ്ടാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. വിവിധ പദ്ധതി നിർവഹണ വകുപ്പുകൾക്കും ഏജൻസികൾക്കുമായി 4920 കോടി രൂപയാണ് അനുവദിച്ചത്. ഇതിൽ 4785 കോടി രൂപ വിനിയോഗിക്കുകയും ചെയ്തു. എന്നാൽ 110 പദ്ധതികളിലുള്ളതിൽ പൂർത്തിയായത് കേവലം 28 പദ്ധതികൾ മാത്രമാണ്. ബാക്കിയുള്ള 82 പദ്ധതികൾ പൂർത്തിയാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കൂടാതെ അനുവദിച്ച തുകയിൽ ഇനിയും ചിലവഴിക്കാനുള്ളത് 135 കോടി രൂപയാണ്. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിയ പല പദ്ധതികളും കാലതാമസം നേരിടുന്നതിനെ പറ്റിയും ഗുണനിലവാരമില്ലായ്മയെ പറ്റിയും പല പരാതികളുമാണ് ഉയരുന്നത്. ഈ റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിയ പദ്ധതികളെ കുറിച്ച് ഒരു കൃത്യമായ സോഷ്യൽ ഓഡിറ്റ് തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ്? മാത്രമല്ല, റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിയ പല പദ്ധതികളിലും കാലതാമസം നേരിടുന്നതിനെ പറ്റിയും അതേപോലെ തന്നെ ഗുണനിലവാരമില്ലായ്മയെ പറ്റിയും സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടാണ് ഒരു അന്വേഷണത്തിന് ഇനിയും തയ്യാറാവാത്തത് വ്യക്തമാക്കണം. റീബിൽഡ് കേരളയ്ക്കായി ഒരു വെബ്സൈറ്റും ആവിഷ്കരിച്ചിരുന്നു. വെബ്സൈറ്റിൽ പദ്ധതികളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല. ഏതൊക്കെ പദ്ധതികൾക്ക് എത്ര കോടി അനുവദിച്ചു എന്നുള്ള കാര്യങ്ങളും ഇതിൽ ലഭ്യമല്ല. പ്രളയം കഴിഞ്ഞ് 6 വർഷം പിന്നിടുമ്പോഴും സർക്കാരിന്റെ അനാസ്ഥ തുടരുന്നു എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, റീബിൽഡ് കേരളയുടെ പേരിൽ നടന്നത് കൊടിയ അഴിമതിയാണെന്നും ആക്ഷേപമുണ്ട്. ജനം, തിരുവനന്തപുരം. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനകം. നമസ്തേ.